നമ്മളൊരു ഫുൾ ടൈം എന്ന് പറയുന്നില്ല. ഇപ്പം വരുന്ന സ്റ്റുഡൻസിന് നമ്മുടെ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് ഒരു പാർട്ട് ടൈം ജോബിന് എന്താണേലും പോയേ പറ്റുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ അബീസ് UK ചാനലിൽ വെയർ ഹൗസിനെ പറ്റിയിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പം അതിൻ്റെ എല്ലാം എൻക്വയറിയിൽ നമുക്ക് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് പെണ്ണുങ്ങൾക്ക് വെയർ ഹൗസിൽ എങ്ങനെയായിരിക്കും ജോലി, എളുപ്പമായിരിക്കുമോ, നമ്മൾ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും കൺസെഷൻ ഉണ്ടാവുമോ, ആണുങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഒത്തിരി എഫേർട്ട് ഇട്ട ജോലിയൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ച് കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് എൻ്റെ ഡേ ഇൻ എ ലൈഫ്. കഴിഞ്ഞ കുറച്ച് നാളുകൾ, അതായത് ഓൾമോസ്റ്റ് 9 മാസത്തോളം ഞാനൊരു വെയർ ഹൗസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും UK സെക്കൻഡ് ലാർജസ്റ്റ് വെയർ ഹൗസ് ആയിരുന്നു. അപ്പം എൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ വന്ന സമയത്ത് സ്റ്റുഡൻ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് 2 ദിവസമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ശനിയും ഞായറും ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 2:30 മുതൽ രാത്രി 10:30 വരെ അതായിരുന്നു നമ്മുടെ ഷിഫ്റ്റ്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് ബസ്സുണ്ട്, ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ ആദ്യത്തെ 2 ദിവസം, അതായത് ആദ്യമായിട്ട് നമ്മൾ ആ വെയർ ഹൗസ് ജോലിക്ക് കയറുന്നതിൻ്റെ അന്ന് ഫസ്റ്റ് 2 ഡേ എന്ന് പറയുന്നത് അവരുടെ ഇൻഡക്ഷനാണ്. അതായത് നമ്മളെ എന്താണ് വെയർ ഹൗസിൽ എന്തൊക്കെയാണ് സേഫ്റ്റി, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടാത്തത്, അങ്ങനെ പല കാര്യങ്ങളും, അവിടുത്തെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഒരു വെയർ ഹൗസിനെ പറ്റി അറിയേണ്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാനായിട്ടാണ് ആ 2 ദിവസം നമുക്കുള്ളത്. പിന്നത്തെ ആഴ്ച മുതലാണ് കറക്റ്റ് നമ്മുടെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ എത്ര മണിക്കാണോ ചെല്ലേണ്ടത് കറക്റ്റ് ആ സമയത്ത് നമ്മൾ വെയർ ഹൗസിൽ, അതിപ്പം ലോകത്ത് എവിടെ നമ്മൾ ജോലി ചെയ്താലും അങ്ങനെ ഒരു സെറ്റപ്പാണ്. കറക്റ്റ് 2:30 കയറണം, അല്ലെങ്കിൽ അതെല്ലാം അവർ നോട്ട് ചെയ്യും. അപ്പം നമ്മൾ 2:30 ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ സൂപ്പർവൈസേഴ്സ്, അതായത് നമ്മളെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്ന കുറേ ആൾക്കാർ അവിടെ കാണും. അപ്പം അന്നത്തെ ദിവസം നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ ആ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ സൂപ്പർവൈസർ അന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും, അത് നമ്മളോട് പറയും. അപ്പം വെയർ ഹൗസിൽ പല ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ തന്നെ ലോഡിങ്, അൺലോഡിങ്, പിക്കിങ്, പിന്നെ സോർട്ടിങ്, പിന്നെ പാക്കിങ്, അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റാണ് ഉണ്ടാവുക. ഇതിലെ ലോഡിങ്ങും അൺലോഡിങ്ങും ഈ പറഞ്ഞ പോലെ ആണുങ്ങൾക്ക്, അതായത് കുറച്ചുകൂടെ ശക്തി വേണ്ടിയ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടുതലും ആണുങ്ങളെ മാത്രമേ അവർ ഇടാറുള്ളൂ. ഇൻ കേസ് പെണ്ണുങ്ങളെ ഇട്ടാൽ പോലും നമുക്ക് കുറച്ച് കൺസെഷനൊക്കെ അവർ തരും. ഒത്തിരി വെയിറ്റുള്ള സാധനങ്ങളൊന്നും നമ്മളെ കൊണ്ട് എടുപ്പിക്കത്തില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. നമുക്കിതുപോലെ എന്തെങ്കിലും നടുവിന് പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ ആദ്യം തന്നെ ലോഡിങ്ങിൽ നിന്നൊക്കെ മാറ്റിക്കോളും. പിന്നെയെന്ന് പറയുന്നത് പിക്കിംഗ് ആണ്. പിക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നു, ആ ചെയ്യുന്ന ദിവസം സൂപ്പർവൈസർ നമുക്കൊരു ഒരു പേപ്പറിൽ കുറച്ച് പിക്ക് ചെയ്യേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് കാണും. നമ്മൾ ചെല്ലുന്ന ദിവസമൊക്കെ നമ്മളെ പഠിപ്പിക്കും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ആ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് പിക്ക് ചെയ്യേണ്ടത്, ഏതൊക്കെ സ്ഥലത്ത് പോയാണ് പിക്ക് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും. അത് നമ്മൾ നല്ലപോലെ പഠിച്ചു എന്ന് കണ്ടെങ്കിൽ മാത്രമേ അവരെ നമ്മൾ ഒറ്റയ്ക്ക് വിടത്തുള്ളൂ. ഒരാഴ്ചയെങ്കിലും ഓൾറെഡി അവിടെ വർക്ക് ചെയ്ത ഒരാളുടെ കൂടെ നമ്മളെ വിട്ട് നമ്മളെ ഫുള്ള് പഠിപ്പിച്ചിട്ടേ അവർ മുന്നോട്ട് വിടത്തുള്ളൂ. അപ്പോൾ അതും വലിയ കുഴപ്പമില്ല. കുറച്ച് നടക്കണം. പിക്കിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് അധികം നടക്കാനുണ്ട്. അപ്പം അതിനനുസരിച്ച് നമുക്ക് കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും. പെണ്ണുങ്ങളെ കൊണ്ടൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. കൂടുതലും പെൺപിള്ളേരാണ് ആ പിക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവുക. പിന്നെയുള്ളൊരു ഡിപ്പാർട്ട്മെൻ്റ് എന്ന് വെച്ചാൽ സോർട്ടിംഗ് ആണ്. സോർട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ സാധനങ്ങൾ ഓരോ സെക്ഷനായിട്ട് സോർട്ട് ചെയ്ത് ഒരു വലിയ ബാസ്ക്കറ്റ് പോലത്തെ സാധനം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കും കേട്ടോ. നമുക്ക് ഇതൊന്നും നമ്മളെല്ലാം അറിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല. ഒരു ബാസ്ക്കറ്റിലോട്ട് അവർ പറയുന്ന അനുസരിച്ച് കുറേ സാധനങ്ങൾ, ഇപ്പം ബോൾ കാണും, ഷർട്ട് കാണും, ബനിയൻ കാണും, ട്രൗസേഴ്സ് കാണും, അങ്ങനെ പല സാധനങ്ങളും പല ബോക്സിലായിട്ട് സോർട്ട് ചെയ്യുന്ന പരിപാടിയാണ്. സ്കാൻ ചെയ്ത് സോർട്ട് ചെയ്യുന്നതാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. അതും വളരെ എളുപ്പമുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. കുറച്ച് കൂടുതൽ നേരം നിൽക്കാൻ വേണം. സാധനങ്ങൾ എടുത്ത് വെക്കുന്ന ആ ഒരു പാട് മാത്രമേ ഉള്ളൂ. വലിയ പ്രശ്നമില്ലാണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പാക്കിംഗ് ആണ്. പാക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് പാക്ക് ചെയ്യുക. തുണികളൊക്കെ ഇങ്ങനെ വാരി വലിച്ചൊക്കെ കിടക്കുന്നതിൻ്റെ അതൊന്ന് എടുത്തിട്ട് അതൊന്ന് മടക്കുക. അത് ചിലത് മടക്കിയിട്ട് നല്ലപോലെ മടക്കിയിട്ട് ഒരു ഷീറ്റിൻ്റെ അകത്ത് പാക്ക് ചെയ്ത് വെക്കുക. അങ്ങനത്തെ ആയിരിക്കും ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടുതലും. അവിടെ കൂടുതലും പറയുവാണെങ്കിൽ ഗേൾസിനെയൊക്കെ ഏറ്റവും കൂടുതൽ ഇടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പാക്കിങ്. അതാകുമ്പോൾ നമ്മൾ ക്ഷമയോടുകൂടി ചെയ്യുകയും ചെയ്യും, വൃത്തിക്കും ചെയ്യും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് കൂടുതലും ഗേൾസിന് ഇടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പാക്കിങ്. ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും നമുക്ക് എല്ലാ വെയർ ഹൗസിലും കുറഞ്ഞതൊരു 2 ടൈമിലും ബ്രേക്ക് കാണും. ഒരു അരമണിക്കൂറിൻ്റെ ബ്രേക്ക് കാണും. നമ്മളിപ്പോൾ 2:30 ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഒരു ബ്രേക്ക് കാണും. പിന്നെ ഒരു ബ്രേക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബ്രേക്കും വരും. പിന്നെ ഇപ്പോൾ ടോയ്ലറ്റിൽ പോകുന്നതൊക്കെ
അതൊക്കെ നമുക്ക് ചിലയിടത്ത് നമ്മൾ സൂപ്പർവൈസറിനോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകണം ഇതുപോലെ വാഷ്റൂമിൽ പോകാമെന്ന്. ബാക്കിയുള്ളിടത്തൊന്നും അത് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഗേൾസ് ആയതുകൊണ്ട് തന്നെ ഇപ്പം ചില ദിവസങ്ങളിൽ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് അത് കുറച്ച് നേരത്തെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അവരനുസരിച്ചുള്ള കൺസെഷനും ഒക്കെ തരും. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല. പീരീഡ്സ് ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ദിവസമാണെങ്കിൽ അവരോട് നമ്മൾ ചെല്ലുമ്പോഴേ ഇൻഫോം ചെയ്യുക. നമ്മൾ കള്ളത്തരമൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. അവരോട് ഇൻഫോം ചെയ്യുമ്പോൾ അവർ അതിനനുസരിച്ച് നമുക്ക് ആനുകൂല്യങ്ങളൊക്കെ തരും. അപ്പോൾ നമ്മൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഓർക്കും കുഴപ്പമില്ല, ഗേൾസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് എന്താണ് കൺസെഷനൊക്കെ കൂടുതൽ ദുരുപയോഗം ചെയ്യാനൊരു ടെൻഡൻസി നമുക്ക് എല്ലായിടത്തും ഉണ്ടാകും. കാര്യം നമുക്കൊരാൾ ഇച്ചിരി പരിഗണന തന്നു കഴിയുമ്പോൾ നമ്മളതിനനുസരിച്ച് ഭയങ്കരമായിട്ട് അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ എല്ലാ ദിവസവും എല്ലാ മണിക്കൂറും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. അതായത് നമ്മൾ ഇപ്പം 1-2 പ്രാവശ്യം അല്ലെങ്കിൽ 1-2 ദിവസം ചെയ്യുന്ന പോലെയല്ല. നമ്മൾ കയറിയ അന്ന് മുതൽ അത്യാവശ്യം വലിയ സുഖമില്ലാത്ത രീതിയിലാണ് നമ്മുടെ ജോലി പോകുന്നതെന്ന് അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അതായത് അവരുടെ എല്ലാത്തിനും ഒരു ലിസ്റ്റ് ഉണ്ട്. അതിലൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നൊരു ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ അതിൽ നമ്മുടെ പെർഫോമൻസ് ഭയങ്കര എപ്പോഴും 1-2 ദിവസം അല്ലെ എപ്പോഴും ലോ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കും. അതായത് നമ്മളെ അവർ ഒരു വാൺ ചെയ്ത് കഴിഞ്ഞാൽ 3 വാണിംഗ് ആണ് മാക്സിമം നമുക്കൊരു ജോലിയിൽ. അതിപ്പോൾ വെയർ ഹൗസ് ആകട്ടെ ഏതൊരു ജോബിനാണെങ്കിലും 3 പ്രാവശ്യത്തെ വാണിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളെ അവിടുന്ന് പറഞ്ഞു വിടാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ജോലി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ മിനിമം ആയിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നല്ലൊരു കാര്യം ചെയ്യാണ്. അതായത് എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് അവിടെ നടന്നിട്ട് നമ്മൾ കണ്ട് അത് ഇൻഫോം ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നമ്മൾ സൂപ്പർവൈസറിന് താല്പര്യം വരുന്ന രീതിയിൽ നമ്മളൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും നമ്മളിപ്പം ചെയ്യുന്ന ടാസ്കിൽ നല്ലൊരു പെർഫോമൻസ് കാണിച്ചാലും ഒക്കെ നമുക്ക് അവർ അപ്രിസിയേഷനും തരും. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് ചിലപ്പം 20 പൗണ്ടിൻ്റെ ഒക്കെ വൗച്ചേഴ്സും അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പം നമ്മൾ എങ്ങനെയാണോ അവിടെ പെർഫോം ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ അവിടെ നിൽക്കാനുള്ള ചാൻസുകളും ഉണ്ടാവുക. ഞാൻ നിന്നിരുന്ന സമയത്ത് നമ്മുടെ പെർഫോമൻസ് നോക്കിയിട്ട്, അതായത് നമ്മൾ അത്യാവശ്യം നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡ്യൂട്ടിയൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്, പിന്നെ എന്താണ് ഒത്തിരി ലീവ് ഒന്നും എടുക്കുന്നില്ല, അങ്ങനെയൊക്കെ വന്നത് കാരണം ഞാൻ അവിടെ നിന്ന സമയത്ത് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേക്കും അവിടെ അതിൻ്റെ ഒരു പ്രമോഷൻ പോലെ വേറൊരു പോസ്റ്റിലോട്ട് എൻ്റെ പേര് അവിടുത്തെ സൂപ്പർവൈസർ തന്നെ കൊടുത്തായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവരെ ട്രെയിൻ ചെയ്യുന്ന ഒരു ട്രെയിനിങ് പാർട്ട്ണർ എന്നുള്ള പോസ്റ്റിലോട്ട് വരെ എനിക്ക് കയറാൻ പറ്റി. അപ്പം നമ്മളെ ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ പിന്നെയും നമ്മളെ നല്ല നല്ല പൊസിഷനിലോട്ട് അവർ തന്നെ പ്രൊമോട്ട് ചെയ്യും. അതായത് അവരുടെ ഇടയ്ക്ക് ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ട് നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരാണോ നല്ലപോലെ പെർഫോം ചെയ്യുന്നത് അതെല്ലാം അവരെല്ലാം ഇപ്പോഴും മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്കിങ്ങനെ പ്രൊമോഷൻ കിട്ടി, അവിടെ പേയും കൂടും, നമ്മുടെ ഡ്യൂട്ടീസൊക്കെ നല്ല വൃത്തിയുള്ള എന്ന് വെച്ചാൽ നമ്മൾ വെയർ ഹൗസ് ഓപ്പറേറ്റ് എന്ന് പറയുമ്പോൾ സാധനങ്ങൾ നമുക്കറിയാം. ഇപ്പം ഞാൻ പറഞ്ഞ ഡ്യൂട്ടീസൊക്കെ ചെയ്യുന്നത്, പക്ഷേ പൊസിഷൻ കൂടുന്നതനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ഓഫീസ് കാര്യങ്ങളിലോട്ട് നമുക്ക് ജോലിയായിട്ട് കിട്ടും. അത് കുറച്ചുകൂടെ നമുക്ക് എളുപ്പമാണ്, നമുക്ക് ശരീരമൊന്നും അത്രയും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അങ്ങനെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നല്ലൊരു ജോബ് തന്നെയാണ്. പാർട്ട് ടൈം ആയിട്ട്, നമ്മളൊരു ഫുൾ ടൈം എന്ന് പറയുന്നില്ല. ഇപ്പം വരുന്ന സ്റ്റുഡൻസിന് നമ്മുടെ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് ഒരു പാർട്ട് ടൈം ജോബിന് എന്താണെങ്കിലും പോയേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ വെയർ ഹൗസ് ജോലി എന്ന് പറയുന്നത് പെൺകുട്ടികൾക്കാണെങ്കിലും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്.